കേരള നവോത്ഥാനത്തിനകത്ത് കൂടുതലും നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് കൂടുതലും പരീക്ഷയ്ക്ക് ഇപ്പം ചോദിച്ച് കാണുന്നത്. കൂടുതലായിട്ട് നമ്മുടെ ചട്ടമ്പി അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഇങ്ങനെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ്. ഈ നവോത്ഥാന നായകന്മാരെ നമുക്ക് ഓരോ വ്യക്തികളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസിൽ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12. ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ്. ഓർമ്മിക്കണം, ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പ് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ശാസ്താംകോയിൽ വിള. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12. ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പ് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ശാസ്താംകോയിൽ വിള. പിതാവിൻ്റെ പേര് പൊന്നുമാടൻ. ഓർമ്മിക്കണം, പിതാവിൻ്റെ പേര് പൊന്നുമാടൻ. മാതാവിൻ്റെ പേര് വെയിലാളമ്മ. ഓർമ്മിക്കണം, മാതാവിൻ്റെ പേര് വെയിലാളമ്മ. ഭാര്യയുടെ പേര് തിരുമല അമ്മാൾ. വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12. ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പ് ആദ്യകാലത്ത് അറിയപ്പെട്ട പേര് ശാസ്താംകോയിൽ വിള. പിതാവിൻ്റെ പേര് പൊന്നുമാടൻ. മാതാവിൻ്റെ പേര് വെയിലാളമ്മ. ഭാര്യയുടെ പേര് തിരുമല അമ്മാൾ. വൈകുണ്ഠസ്വാമി ജനിച്ച സമുദായം അറിയപ്പെടുന്ന പേര് ചാന്നാർ. ഓർമ്മിക്കണം, ചാന്നാർ അല്ലെങ്കിൽ നാടാർ സമുദായം. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമി ജനിച്ച സമുദായം നാടാർ സമുദായം. വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി സ്വാമി. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി സ്വാമി. മാതാപിതാക്കൾ നൽകിയ പേര് മുടിച്ചൂടും പെരുമാൾ. PSC സ്ഥിരം ചോദിക്കുന്നതാണ് ഈ ആദ്യകാല പേര്. മാതാപിതാക്കൾ കൊടുത്ത പേരൊക്കെ ചോദിക്കുന്നുണ്ട്. വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി സ്വാമി. മാതാപിതാക്കൾ നൽകിയ പേര് മുടിച്ചൂടും പെരുമാൾ. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം സ്വീകരിച്ച പേര് മുത്തുക്കുട്ടി. വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12. ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പ് ആദ്യകാലത്ത് അറിയപ്പെട്ട പേര് ശാസ്താംകോയിൽ വിള. പിതാവിൻ്റെ പേര് പൊന്നുമാടൻ. മാതാവിൻ്റെ പേര് വെയിലാളമ്മ. വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി സ്വാമി. മാതാപിതാക്കൾ നൽകിയ പേര് മുടിച്ചൂടും പെരുമാൾ. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം സ്വീകരിച്ച പേര് മുത്തുക്കുട്ടി. സ്വയം സ്വീകരിച്ച നാമം എന്താണ്? വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമി സ്വയമായിട്ട് സ്വീകരിച്ച നാമം ഏതാണ്? വൈകുണ്ഠസ്വാമി. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമിയാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12. ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പ് ആദ്യം അറിയപ്പെട്ട പേര് ശാസ്താംകോയിൽ വിള. പിതാവിൻ്റെ പേര് പൊന്നുമാടൻ. മാതാവിൻ്റെ പേര് വെയിലാളമ്മ. വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി സ്വാമി. മാതാപിതാക്കൾ നൽകിയ പേര് മുടിച്ചൂടൻ പെരുമാൾ. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം സ്വീകരിച്ച പേര് മുത്തുക്കുട്ടി. സ്വയം സ്വീകരിച്ച നാമം വൈകുണ്ഠസ്വാമി. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമി. കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നതാരാണ്? വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നവരാണ് വൈകുണ്ഠസ്വാമി. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ ഓർമ്മിക്കണം, ചാന്നാർ സമൂഹത്തിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓർമ്മിക്കണം, ദക്ഷിണ കേരളത്തിലെ ചാന്നാർ സമൂഹത്തിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമി. ഭൂ ഉടമകൾക്കെതിരെ വൈകുണ്ഠസ്വാമി മുഴക്കിയ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം. ഓർമ്മിക്കണം, ഭൂ ഉടമകൾക്കെതിരെ വൈകുണ്ഠസ്വാമി മുഴക്കിയ മുദ്രാവാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം. സമത്വ സമാജം രൂപീകരിച്ചത് 1836 വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, സമത്വ സമാജം രൂപീകരിച്ചത് 1836 വൈകുണ്ഠസ്വാമി. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന സംഘടന ഏതാണ്? സമത്വ സമാജം. സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? ശുചീന്ദ്രം. അപ്പോൾ പിതാവിൻ്റെ പേര് പൊന്നുമാടൻ. മാതാവിൻ്റെ പേര് വെയിലാളമ്മ. വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി സ്വാമി. മാതാപിതാക്കൾ നൽകിയ പേര് മുടിച്ചൂടും പെരുമാൾ. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം സ്വീകരിച്ച പേര് മുത്തുക്കുട്ടി. സ്വയം സ്വീകരിച്ച നാമം വൈകുണ്ഠസ്വാമി. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. കേരളത്തിൽ ആദ്യ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്ന ആരാണ്? വൈകുണ്ഠസ്വാമി. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ സമൂഹത്തിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. ഭൂ ഉടമകൾക്കെതിരെ വൈകുണ്ഠസ്വാമി മുഴക്കിയ മുദ്രാവാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം. സമത്വ സമാജം സ്ഥാപിച്ചത് 1836 വൈകുണ്ഠസ്വാമി. അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? സമപന്തി ഭോജനം. ഓർമ്മിക്കണം, അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? സമപന്തി ഭോജനം. വിശുദ്ധിയോടുകൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ വൈകുണ്ഠം സ്ഥാപിച്ച കൂട്ടായ്മ ഏതാണ്? തൂവൽ പന്തി കൂട്ടായ്മ. ഓർമ്മിക്കണം, വിശുദ്ധിയോടുകൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ വൈകുണ്ഠർ സ്ഥാപിച്ച കൂട്ടായ്മ ഏതാണ്? തൂവയൽ പന്തി കൂട്ടായ്മ. അപ്പോൾ അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? സമപന്തി ഭോജനം. വിശുദ്ധിയോടുകൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ
വൈകുണ്ഠർ സ്ഥാപിച്ച കൂട്ടായ്മ ഏതാണ്? തുവയൽ പന്തി കൂട്ടായ്മ. സർവ്വജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന കിണറുകൾ കുഴിപ്പിച്ച ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓർമ്മിക്കണം, സർവ്വജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനാവുന്ന കിണറുകൾ കുഴിപ്പിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ അല്ലെങ്കിൽ പതികൾ എന്നറിയപ്പെട്ടു. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ട പേര് നിഴൽതാങ്കൽ ക്ഷേത്രങ്ങൾ. സ്വാമിതോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്തുള്ള കിണർ അറിയപ്പെട്ട പേര് മണിക്കിണർ അല്ലെങ്കിൽ മുന്തിരി കിണർ. സ്വാമി കിണർ എന്നൊക്കെ അറിയപ്പെട്ടതാണ് മണിക്കിണർ. സ്വാമിതോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിനടുത്തുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള കിണർ അറിയപ്പെട്ട പേര് മണിക്കിണർ അല്ലെങ്കിൽ മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നവരാണ് വൈകുണ്ഠസ്വാമി. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ സമൂഹത്തിലെ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. ഭൂ ഉടമകൾക്കെതിരെ വൈകുണ്ഠസ്വാമി മുഴക്കിയ മുദ്രാവാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം. സമത്വ സമാജം സ്ഥാപിച്ചത് 1836 വൈകുണ്ഠസ്വാമി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന സംഘടന ഏതാണ്? സമത്വ സമാജം. സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? സുചീന്ദ്രം. അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? സമപന്തി ഭോജനം. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ വൈകുണ്ഠർ സ്ഥാപിച്ച കൂട്ടായ്മ ഏതാണ്? തൂവയൽ പന്തി കൂട്ടായ്മ. സർവ്വജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനാവുന്ന കിണറുകൾ കുഴിപ്പിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ അല്ലെങ്കിൽ പതികൾ എന്നറിയപ്പെട്ടു. സ്വാമിതോപ്പിലെ വൈകുണ്ഠസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള കിണർ അറിയപ്പെട്ട പേര് മണിക്കിണർ അല്ലെങ്കിൽ മുന്തിരി കിണർ. മണിക്കിണർ സ്ഥാപിച്ചതാണ് അയ്യ വൈകുണ്ഠർ. ഓർമ്മിക്കണം, മണിക്കിണർ സ്ഥാപിച്ചതാണ് അയ്യ വൈകുണ്ഠർ. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടതാണ് വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടതാണ് വൈകുണ്ഠസ്വാമി. ക്ഷേത്രങ്ങളിലെ ദേവദാസ സമ്പ്രദായങ്ങൾക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകൻ. ഓർമ്മിക്കണം, ക്ഷേത്രങ്ങളിലെ ദേവദാസ സമ്പ്രദായങ്ങൾക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികൾ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഏത് സമ്പ്രദായത്തിന് എതിരെയാണ് നിവേദനം നൽകിയത്? ജന്മിത്ത സമ്പ്രദായങ്ങളായ ഊഴിയം വിരുത്തി. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികൾ സ്വാതി തിരുനാളിൻ്റെ കാലത്തെ ഏത് സമ്പ്രദായത്തിന് എതിരെയാണ് നിവേദനം നൽകിയത്? ജന്മിത്ത സമ്പ്രദായങ്ങളായ ഊഴിയം വിരുത്തി. ഇപ്പം മണിക്കിണർ സ്ഥാപിച്ചാരാണ്? അയ്യ വൈകുണ്ഠർ. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമികൾ. ക്ഷേത്രങ്ങളിലെ ദേവദാസ സമ്പ്രദായങ്ങൾക്കെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകൻ. വൈകുണ്ഠസ്വാമികളുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? തിരുക്കുറലാണ്. വൈകുണ്ഠസ്വാമികളെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? തിരുക്കുറൽ. വൈകുണ്ഠസ്വാമികൾ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഏത് സമ്പ്രദായത്തിന് എതിരെയാണ് നിവേദനം നൽകിയത്? ജന്മിത്ത സമ്പ്രദായങ്ങളായ ഊഴിയം വിരുത്തി. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ചിന്താ പദ്ധതി ഏതാണ്? അയ്യാവഴി. ഓർമ്മിക്കണം, ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ചിന്താ പദ്ധതി ഏതാണ്? അയ്യാവഴി. അയ്യാവഴി എന്ന ഏകദൈവാധിഷ്ഠിതമായ മതം സ്ഥാപിച്ചതാണ് അയ്യ വൈകുണ്ഠസ്വാമിയാണ്. ഓർമ്മിക്കണം, അയ്യാവഴി എന്ന ഏകദൈവാധിഷ്ഠിതമായ മതം സ്ഥാപിച്ചതാണ് അയ്യ വൈകുണ്ഠസ്വാമി. അയ്യാവഴികളുടെ ചിഹ്നം എന്തായിരുന്നു? തീജ്വാല വഹിക്കുന്ന താമര. ഓർമ്മിക്കണം, അയ്യാവഴി എന്ന ഏകദൈവാധിഷ്ഠിതമായ മതം സ്ഥാപിച്ചാണ് അയ്യ വൈകുണ്ഠസ്വാമി. അയ്യാവഴികളുടെ ചിഹ്നം അല്ലെങ്കിൽ ഓർമ്മിക്കണം, അയ്യാവഴിയുടെ ചിഹ്നം എന്തായിരുന്നു? തീജ്വാല വഹിക്കുന്ന താമര. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എവിടെയാണ്? ദച്ചന്നൂർ. ഓർമ്മിക്കണം, തിരുച്ചെന്നൂർ. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എവിടെയാണ്? തിരുച്ചെന്നൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. ഓർമ്മിക്കണം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. കണ്ണാടി പതിപ്പിച്ച തലപ്പാവ് ധരിച്ചുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന ബിംബത്തെ വണങ്ങി ആരാധിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. കണ്ണാടി പതിപ്പിച്ച തലപ്പാവ് ധരിച്ചുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന ബിംബത്തെ വണങ്ങി ആരാധിക്കാൻ ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ അയ്യാവഴിയുടെ ചിഹ്നം എന്താണ്? തീജ്വാല വഹിക്കുന്ന താമര. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ദർശനം അല്ലെങ്കിൽ തിരുച്ചെന്നൂർ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? അയ്യ വൈകുണ്ഠസ്വാമികൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാൻ ധൈര്യം പകർന്ന നേതാവാരാണ്? വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ധൈര്യം പകർന്ന നേതാവാരാണ്? വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. ഓർമ്മിക്കണം, മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയതാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. ഓർമ്മിക്കണം, നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയതാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യാവഴി എന്ന
ദൈവാധിഷ്ഠിതമായ മതം സ്ഥാപിച്ചാണ് അയ്യാ വൈകുണ്ഠസ്വാമി. അയ്യാ വഴികളുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. അയ്യാ വഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എവിടെയാണ്? ദക്ഷന്നം അല്ലെങ്കിൽ തിരുച്ചെന്നൂർ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമികൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാൻ ധൈര്യം പകർന്ന നേതാവാരാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് അയ്യാ വൈകുണ്ഠസ്വാമികൾ. നിശ പാഠശാലകൾ സ്ഥാപിച്ചു വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെണ്ണീച്ചൻ്റെ ഭരണം ഓർമ്മിക്കണം, വെള്ള നീച്ചൻ്റെ ഭരണം ഓർമ്മിക്കണം. ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെണ്ണീച്ചൻ്റെ ഭരണം. തിരുവിതാംകൂർ ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കറുത്ത നീചന്മാരുടെ ഭരണം ഓർമ്മിക്കണം. ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് വെണ്ണീച്ചൻ്റെ ഭരണം. തിരുവിതാംകൂർ ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കറുത്ത നീചൻ്റെ ഭരണം. വൈകുണ്ഠസ്വാമിയെ അറസ്റ്റ് ചെയ്ത് തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ വർഷം 1838. ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെ സമകാലികനായിരുന്ന നവോത്ഥാന നായകനാരാണ് വൈകുണ്ഠസ്വാമി. അയ്യാ വഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എവിടെയാണ്? ദക്ഷന്നം അല്ലെങ്കിൽ തിരുച്ചെന്നൂർ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമികൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാൻ ധൈര്യം പകർന്ന നേതാവാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമികൾ. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയതാണ് അയ്യാ വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കറുത്ത നീചന്മാരുടെ ഭരണം. ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമി വിശേഷിപ്പിച്ചത് വെണ്ണീചൻ്റെ ഭരണം. വൈകുണ്ഠസ്വാമിയെ അറസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ രാജാവാരാണ്? സ്വാതി തിരുനാൾ വർഷം 1838. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലേതാണ്? ശിങ്കാരത്തോപ്പ് ഓർമ്മിക്കണം. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലേതാണ്? ശിങ്കാരത്തോപ്പ്. ശിങ്കാരത്തോപ്പ് ജയിലിൽ വൈകുണ്ഠസ്വാമികളെ എത്ര ദിവസം പാർപ്പിച്ചു? 110 ദിവസം ഓർമ്മിക്കണം. ശിങ്കാരത്തോപ്പ് ജയിലിൽ വൈകുണ്ഠസ്വാമികളെ എത്ര ദിവസം പാർപ്പിച്ചു? 110 ദിവസം. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? തൈക്കാട് അയ്യാ ഗുരു ഓർമ്മിക്കണം. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? തൈക്കാട് അയ്യാ ഗുരു. വൈകുണ്ഠസ്വാമി ജയിൽ മോചിതനായത് 1839 മാർച്ച് ഓർമ്മിക്കണം. വൈകുണ്ഠസ്വാമി ജയിൽ മോചിതനായത് 1839 മാർച്ച്. മാർച്ച് 26 പൊതു അവധിയെ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കന്യാകുമാരി ഓർമ്മിക്കണം. മാർച്ച് 26 പൊതു അവധിയെ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കന്യാകുമാരി. തൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ പദ്ദികൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമികൾ ഓർമ്മിക്കണം. തൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ പദ്ദികൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച 5 പദ്ദികൾ ഓർമ്മിക്കണം. 5 പതികളിൽ അയ്യാ വഴികളുടെ പുണ്യസ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സ്വാമി തോപ്പ് പതി, അമ്പലപ്പതി, മുട്ടപ്പതി, താമരക്കുളം പതി, പൂപ്പതി ഓർമ്മിക്കണം. വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച 5 പതികൾ ഏതൊക്കെയാണ്? സ്വാമിത്തോപ്പ് പതി, അത് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. രണ്ടാമത്തത് അമ്പലപ്പതി, മൂന്നാമത്തത് മുട്ടപ്പതി, താമരക്കുളം പതി, പൂപ്പതി. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. സ്ഥിരം ചോദ്യമാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു? ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം, ഒരേ ഉലകം, ഒരേ അരശ്, ഒരേ നീതി എന്ന സന്ദേശം ആരുടേതാണ്? അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ഓർമ്മിക്കണം. ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം, ഒരേ ഉലകം, ഒരേ അരശ്, ഒരേ നീതി എന്ന സന്ദേശം ആരാണ് മുന്നോട്ട് വെച്ചത്? അയ്യാ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചത് എവിടെയാണ്? ശുചീന്ദ്രം രഥോത്സവം ഓർമ്മിക്കണം. വൈകുണ്ഠസ്വാമികൾ അവരണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചത് എവിടെയാണ്? ശുചീന്ദ്രം രഥോത്സവം. അപ്പോൾ വൈകുണ്ഠസ്വാമി അറസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. മാർച്ച് 26 പൊതു അവധിയെ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കന്യാകുമാരി. ശിങ്കാരത്തോപ്പ് ജയിലിൽ വൈകുണ്ഠസ്വാമി എത്ര ദിവസം പാർപ്പിച്ചു? 110 ദിവസം. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? തൈക്കാടയ്യ, ഷൺമുഖ വടിവേലു, സഹദേവൻ, ഹരിഗോപാലൻ ഓർമ്മിക്കണം. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? തൈക്കാടയ്യ ഗുരു, ഷൺമുഖ വടിവേലു, സഹദേവൻ, ഹരിഗോപാലൻ. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? തൈക്കാടയ്യ ഗുരു. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാരായിരുന്നു? തൈക്കാടയ്യ ഓർമ്മിക്കണം. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാരായിരുന്നു? തൈക്കാടയ്യ. സ്വാമിയുടെ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തെ ബഹുമാനാർത്ഥം വിളിച്ചിരുന്ന പേരെന്നാണ്? അയ്യ. അല്ല, അതിൻ്റെ മീനിങ് എന്താണ്? പിതാവാണ്. അപ്പോൾ സ്വാമിയുടെ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തെ ബഹുമാനാർത്ഥം വിളിച്ചിരുന്ന പേര് അയ്യ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓർമ്മിക്കണം. അതലവിളൈ കന്യാകുമാരി ഓർമ്മിക്കണം. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതലവിളൈ കന്യാകുമാരി. വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ അതൊക്കെയാണ്? സ്ഥിരം ചോദ്യമാണ്. അഖിലത്തിരുട്ട് അരുൾനൂൽ ആരുടെ കൃതിയാണ്? വൈകുണ്ഠസ്വാമി ഓർമ്മിക്കണം. അഖിലത്തിരുട്ട് അരുൾനൂൽ എന്ന കൃതി രചിച്ചാണ് വൈകുണ്ഠസ്വാമി. അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാരാണ്? ഹരിഗോപാലൻ ഓർമ്മിക്കണം. അഖിലത്തിരുട്ട്
അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാരാണ് ഹരിഗോപാലൻ. അരുൾനൂൽ താളിയോലയാക്കിയ ശിഷ്യനാരാണ് സഹദേവനാണ്. ഓർമ്മിക്കണം, അരുൾനൂൽ താളിയോലയാക്കിയ ശിഷ്യനാരാണ് സഹദേവൻ. അയ്യാ വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3. ഓർമ്മിക്കണം, അയ്യാ വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3. വൈകുണ്ഠസ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന സംഘടന ഏതാണ്? VSDP. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന സംഘടന ഏതാണ്? VSDP. കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമി. രാജാധികാരത്തെ എതിർത്ത ആദ്യ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, രാജാധികാരത്തെ എതിർത്ത ആദ്യ സാമൂഹിക പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠസ്വാമി. ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൂവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൂവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചാറാണ് അയ്യാ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേര് നിഴൽ താങ്കൽ ക്ഷേത്രം. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ട പേര് നിഴൽ താങ്കൽ ക്ഷേത്രം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? അയ്യാ വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളുടെ തപസ് അറിയപ്പെട്ട പേര് യുഗ തപസ്. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികളുടെ തപസ് അറിയപ്പെട്ട പേര് യുഗ തപസ്. ഏത് മനുഷ്യരിലും ദൈവം വിളങ്ങുന്നു എന്ന് പറഞ്ഞതാരാണ്? വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, ഏത് മനുഷ്യരിലും ദൈവം വിളങ്ങുന്നു എന്ന് പറയാനാണ് വൈകുണ്ഠസ്വാമി. മറ്റൊരു ബുദ്ധനാണിവിടെ വൈകുണ്ഠസ്വാമിയായി ജനിച്ചു അവർണ വിഭാഗക്കാരുടെ ദൈവമായി നിന്ന് വഴികാട്ടുന്നു എന്ന് വൈകുണ്ഠസ്വാമിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണ്? സ്വാമി വിവേകാനന്ദൻ. മറ്റൊരു ബുദ്ധനാണിവിടെ വൈകുണ്ഠസ്വാമിയായി ജനിച്ചു അവർണ വിഭാഗക്കാരുടെ ദൈവമായി വാഴുന്നു അല്ലെങ്കിൽ വഴികാട്ടുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാരാണ്? സ്വാമി വിവേകാനന്ദൻ. വൈകുണ്ഠസ്വാമികളുടെ അനുയായികൾ അറിയപ്പെട്ട പേര് അൻപ് കൊടിമക്കൾ. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികളുടെ അനുയായികൾ അറിയപ്പെട്ട പേര് അൻപ് കൊടിമക്കൾ. അരുൾനൂലിലെ ഏറ്റവും പ്രധാന ഭാഗം ഏതാണ്? നടു തീർവൈ ഉല. അരുൾനൂലിലെ ഏറ്റവും പ്രധാന ഭാഗം ഏതാണ്? നടു തീർവൈ ഉല. അയ്യാ വൈകുണ്ഠസ്വാമികളുടെ ജീവിതം പശ്ചാത്തലമാക്കിയ തമിഴ് ചിത്രം ഏതാണ്? അയ്യാവഴി. അയ്യാ വൈകുണ്ഠസ്വാമികളുടെ ജീവിതം പശ്ചാത്തലമാക്കിയ തമിഴ് ഫിലിം ഏതാണ്? അയ്യാവഴി. അയ്യാവഴി എന്ന ചിത്രം സംവിധാനം ചെയ്തത് PC അൻപഴകൻ. ഓർമ്മിക്കണം, അയ്യാവഴി എന്ന ചിത്രം സംവിധാനം ചെയ്തത് PC അൻപഴകൻ. വൈകുണ്ഠസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം അതിന് തിരുച്ചെന്നൂർ കടൽ. ഓർമ്മിക്കണം, 1833 മാർച്ച് 1. അയ്യാ വൈകുണ്ഠസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം 1833 മാർച്ച് 1. വൈകുണ്ഠസ്വാമി ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3. വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12. അപ്പോൾ വൈകുണ്ഠസ്വാമി ജനിച്ച സ്ഥലം സ്വാമിതോപ്പ്. ആദ്യകാലത്ത് അറിയപ്പെട്ട പേര് ശാസ്താംകോയിൽ വിള. പിതാവിൻ്റെ പേര് പൊന്നുമാടൻ. മാധവൻ്റെ പേര് വെയിലാളമ്മ. വൈകുണ്ഠസ്വാമിയുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി സ്വാമി. മാതാപിതാക്കൾ നൽകിയ നാമം മുടിചൂടും പെരുമാൾ. സ്വയം സ്വീകരിച്ച നാമം വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, സ്വയം സ്വീകരിച്ച നാമം വൈകുണ്ഠസ്വാമി. ദക്ഷിണ കേരളത്തിൽ ചാന്നാർ സമൂഹത്തിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാരാണ്? വൈകുണ്ഠസ്വാമി. ഭൂ ഉടമകൾക്കെതിരെ വൈകുണ്ഠസ്വാമി മുഴക്കിയ മുദ്രാവാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം. ഓർമ്മിക്കണം, വേല ചെയ്താൽ കൂലി കിട്ടണം. മണിക്കിണർ സ്ഥാപിച്ചാണ് അയ്യാ വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, മണിക്കിണർ സ്ഥാപിച്ചാണ് അയ്യാ വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ട പേര് നിഴൽ താങ്കൽ ക്ഷേത്രം. ഓർമ്മിക്കണം, വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ട പേര് നിഴൽ താങ്കൽ ക്ഷേത്രം. അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? സമപന്തി ഭോജനം. ഓർമ്മിക്കണം, അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വൈകുണ്ഠസ്വാമി സംഘടിപ്പിച്ച പരിപാടി ഏതാണ്? സമപന്തി ഭോജനം. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ വൈകുണ്ഠർ സ്ഥാപിച്ച കൂട്ടായ്മ ഏതാണ്? തൂവൽ പന്തി കൂട്ടായ്മ. ഓർമ്മിക്കണം, തൂവൽ പന്തി കൂട്ടായ്മ. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമികൾ. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയതാണ് അയ്യാ വൈകുണ്ഠസ്വാമികൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാൻ ധൈര്യം പകർന്നതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമേ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, ദക്ഷിണേന്ത്യയിൽ ആദ്യമേ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് അയ്യാ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം, ഒരേ ഉലകം, ഒരേ അരസ്, ഒരേ നീതി എന്ന സന്ദേശം ആരുടേതാണ്? അയ്യാ വൈകുണ്ഠസ്വാമി. ഓർമ്മിക്കണം, അയ്യാ വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. ആരുടെ മുദ്രാവാക്യം? അയ്യാ വൈകുണ്ഠസ്വാമി.